ചിലപ്പോൾ നമ്മൾ ഈ പൊതുവെ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളും അല്ലെങ്കിൽ കുട്ടികളുടെ ഫോൺ വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ കേട്ടൊരു കാര്യമാണ് ജോ ബൈഡൻ പീഡോഫിലിക്കാണ് തുടങ്ങിയ വാർത്തകൾ. അത് ഭയങ്കര എന്താ പറയാ കത്തി നിന്നൊരു വാർത്തയാണ്, രാജ്യം മൊത്തം ചർച്ച ചെയ്തിരുന്ന ഒരു വാർത്തയാണ്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ 6000-ലധികം പേരാണ് ഈ ഫോൺ വീഡിയോസ്, അത് കുട്ടികളുടെ ഫോൺ വീഡിയോസ് കാണുന്നത് എന്നാണ് പുതിയൊരു റിസർച്ച് പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 6000-ഓളം പേർക്ക് അല്ലെങ്കിൽ പോട്ട് ആർക്കായാലും എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഫോൺ വീഡിയോസ് ഇരുന്ന് കാണാൻ സാധിക്കുന്നത്? നമ്മൾ ഈ 18 വയസ്സിന് മുകളിലുള്ളവരെ അല്ലെങ്കിൽ അതല്ലാതെ ഈ ചെറിയ കുട്ടികളെ എങ്ങനെയാണ് ആ ഒരു ഇമേജിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഫോൺ വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ശില്പം ഇതിനെ നോക്കി കാണുന്നത്? ആക്ച്വലി ഈ 6000 പേരുടെ കണക്ക് പുറത്തുവിടുകയും 400-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും അതെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിയാണ്. പക്ഷെ ആക്ച്വലി അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. കാരണം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഓമനത്വം അല്ലെങ്കിൽ ഒരു ക്യൂട്ടായിട്ട് കാണുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വിഭാഗം ആണ് കുഞ്ഞുങ്ങൾ. പക്ഷെ അവരിലും ഇത്തരത്തിൽ കാമം കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അവരൊരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷലി അവരെ കാണാനോ അല്ലെങ്കിൽ അവരോട് അങ്ങനെ പെരുമാറാനോ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ മനോവൈകല്യത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിന് പീഡോഫിലിക് എന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടേംസ് വെച്ച് അതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ, അതല്ലെങ്കിൽ വീടുകളിൽ ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ചിലപ്പോ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച ചരിത്രമുണ്ട് നമ്മുടെ നാടിന്. അപ്പോ അതൊക്കെ നമ്മൾ വളരെയധികം ഞെട്ടലോടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഈ കുഞ്ഞുങ്ങളുടെ ഫോൺ വീഡിയോസ് കാണുന്നു എന്ന് പറയുന്നതിൽ എനിക്കതിലൊരു ഞെട്ടല് തോന്നുന്നില്ല. കാരണം അത് സ്വാഭാവികം. പക്ഷെ എങ്ങനെ ഇവർക്ക് ഇത് കണ്ടിരിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പൊ അത് ആണോ പെണ്ണോ ആവട്ടെ, നമുക്ക് ആണുങ്ങളാണ് ഇത് കാണുന്നത് നമുക്ക് വാശിപ്പിടില്ല, പെണ്ണുങ്ങളും കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ആണായാലും പെണ്ണായാലും ഇവരുടെ വീട്ടിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുപാടിൽ കുഞ്ഞുങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഇവർക്ക് പ്രിയപ്പെട്ട ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ ഒക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന ഇവര് എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് അതിനുള്ളൊരു ഏജ് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ സെൻസറി ഓർഗൻസിന് ഉള്ള വളർച്ച എത്തിക്കാണുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രായമല്ല കുട്ടികളുടേത്. സോ അവരൊരിക്കലും അത് എൻജോയ് ചെയ്യുന്നതോ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതോ ആവില്ല ഈ കുഞ്ഞുങ്ങളുടെ ഫോൺ വീഡിയോസ് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രീകരിച്ച സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടില്ലേ നമുക്കൊക്കെ ഒരു കുഞ്ഞിനെ മുറി പറ്റിയിട്ട് കരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. സോ എങ്ങനെയാണ് ഇവർ അതിനെ ഇരുന്ന് കാണുന്നത് എന്നുള്ളത് ഇപ്പോ എന്താ പറയാ ഇത്തരത്തിലുള്ള സെക്സ് ചെയ്യുന്നവരെ പോലെ തന്നെ ഈ പീഡോഫിലിക് ആയിട്ടുള്ള മനുഷ്യരാണ് ഇത് കാണുന്നത് എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാത്തൊരാൾക്ക് അതിരുന്ന് കാണാൻ സാധിക്കൂ? ആക്ച്വലി നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫാന്റസീസ് എന്ന് പറയുന്നത് ഒരു ഹൊററായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ വയസ്സായവരെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഒരുപോലെ എന്താ പറയാ വൈകൃതങ്ങളാണോ എന്ന് എനിക്ക് വൈകൃതം എന്ന് പറഞ്ഞാൽ ചെറുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വൈകൃതമാണത്. ആക്ച്വലി ഞാൻ ഒരാളോട് ഇതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത്രയും ചെറിയ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ഥാനത്ത് ചിത്രീകരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അങ്ങനെ കാണാൻ എങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് ചോദിച്ചതാ, നീ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടില്ലേ? അതായത് വളരെ മാന്യമായി തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു, വളരെ പ്രായമേറിയ ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുന്നത് നോർമലാണെന്നായിരുന്നു നമ്മൾ വരെ സംസാരിച്ചത്. അത് നോർമലാണ്, പിന്നെന്താ ഇത് നോർമലാവാത്ത എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചു. അത് ന്യായമാണെന്നല്ല ഞാനും പറയുന്നത്, എനിക്ക് അത് ന്യായമായി തോന്നിയിട്ടുമില്ല. പക്ഷെ അങ്ങനെയും ചിന്തിക്കാൻ ആളുകൾക്ക് സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മണ്ടത്തരമല്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മള് ഈ എത്രയോ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതല് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അങ്ങനെ കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ബാലികന്മാർ ആ ഒരു അവസ്ഥയിലുള്ളവരെ വരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു 18 നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്ന ആ സമയത്താണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിനുശേഷമാണ് നമ്മുടെ റീപ്രൊഡ്യൂസീവ് സിസ്റ്റം അതെല്ലാം സെറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്, നമുക്കുള്ള ശാരീരികമായ വളർച്ചകൾ വരുന്നത്. അതുവരെയ്ക്ക് നമ്മുടെ ബോഡി അതിന് തയ്യാറല്ല. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നടക്കുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മളൊരു 15 വയസ്സിലൊക്കെയാണ് ഇപ്പൊ കൂടുതലും കുട്ടികൾക്ക് പീരീഡ്സ് വരാറ്, അല്ലെങ്കിൽ 11 വയസ്സ് വരെ ആവാം. ഈ 11 വയസ്സിന്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ അപ്പൊ അങ്ങനെ ചെയ്യുന്നത്? ഈ വയസ്സിന് മൂത്ത കുട്ടികളെ ചെയ്യുമ്പോൾ ഇയാൾ പറയുന്ന ഈ ന്യായീകരണത്തെ എടുത്തു വയ്ക്കാം. പക്ഷെ നിയമപ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ ഈ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു 60 വയസ്സുകാരൻ കെട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അവര് സെക്സ് ചെയ്തോട്ടെ, അതിനോട് ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ ഇത് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ പറയുന്ന ന്യായം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ ന്യായീകരിച്ച് വെക്കാൻ പറ്റില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകൾ കാണുക എന്ന് പറയുമ്പോൾ ഇത് പിന്നീട് അവർക്ക് എന്താ പറയാ, അതിന്റെ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാണ്. കാരണം പിന്നീട് എങ്ങനെയാണ് അവരുടെ കൈകളിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുക? അവർക്കിപ്പോ ഈ കാണുന്ന സാധനങ്ങൾ പ്രാക്ടിക്കലായി ശ്രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിക്കും അവർ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ട്, പോൺ വീഡിയോസ് കണ്ടിട്ട് ഓരോ ഫാന്റസികൾ ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളിലായി നമ്മൾ കാണും ഈ BDSM പോലെയുള്ള അങ്ങനത്തെ അത്ര മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര്. ഇതെല്ലാം ഈ പോൺ വീഡിയോസ് കണ്ടിട്ട് അവർ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണുന്നവർ കുഞ്ഞുങ്ങളെ ഇതുപോലെ സെക്ഷലി ഹറാസ് ചെയ്യില്ലെന്ന് അല്ലെങ്കിൽ സെക്ഷലി അസാൾട്ട് ചെയ്യില്ലെന്ന് നമുക്ക് എന്താണ് ഉറപ്പ് പറയാൻ സാധിക്കുക? എത്രയോ സ്ഥലങ്ങളിൽ ഈ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളെ അടക്കം അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും എത്രയോ ഭയങ്കര എന്താ പറയാ, പാരന്റ്സിന്റെ കയ്യിൽ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമോ അതേ വിശ്വാസത്തോടെയാണ് നമ്മൾ ഒരു വിദ്യാലയത്തിലായാലും ഒരു ട്യൂഷൻ സെന്ററിലായാലും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. മദ്രസകളിലായാലും എവിടെയായാലും നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ തന്നെ സുരക്ഷിതരായിരിക്കണം എന്ന് വിശ്വസിച്ചാണ് അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ ഒരു ഇട്ടാവട്ടത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ പഠിക്കുന്ന ആ ഒരു സമയത്തിനിടയ്ക്ക് ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഈ കുട്ടികൾ തന്നെ, എത്രയോ കുട്ടികൾ വീട്ടിൽ പറയാതെ ഇരിക്കും പേടിച്ചിട്ട്. അതെന്റെ തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് എത്രയോ കുട്ടികൾ പറയാതിരിക്കും, വീട്ടുകാരായിട്ട് ഷെയർ ചെയ്യാതിരിക്കും. പക്ഷെ ഈ ഒരു സാധനം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ഇവരെ അസോൾട്ട് ചെയ്യുന്നതും ഹറാസ് ചെയ്യുന്നതും ആ ആളുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എത്രയോ അധ്യാപകർക്ക് ഈ ഒരു സ്വഭാവം ഉള്ളത് എൻ്റെ വെരി പേഴ്സണൽ എന്താ പറയാ അറിവിൽ തന്നെ അങ്ങനെയുണ്ട്. അധ്യാപകർക്ക് എങ്ങനെയാണ് ഈ ഒരു വൈകല്യം വരുന്നത്? അല്ലെങ്കിൽ അധ്യാപകർ വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് സുരക്ഷിതരാകുക? ഇതുപോലുള്ള ആളുകൾ തന്നെയല്ലേ ഈ കുട്ടികളുടെ പോൺ വീഡിയോസിനെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ കുട്ടികളെ ഈ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നതും ഒക്കെ ഇവര് തന്നെയല്ലേ? ഇതിൽ വേറൊരു കാര്യം, ഇത് ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷ അധ്യാപകര് മാത്രമല്ല, സ്ത്രീകളും ചെയ്യുന്നുണ്ട്. ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിനെ അതേപോലെ ചെയ്തതിന്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷെ അവിടെ അങ്ങനെ എന്താ പറയാ ഡിസ്കസ് ചെയ്യപ്പെടില്ല, അധികം ചർച്ച ചെയ്യപ്പെടാതെ അത് കാറ്റിൽ അലിഞ്ഞങ്ങ് പോകും. അതാണ് പ്രശ്നം. ഇപ്പൊ ഈ 6000 പേരുടെ കണക്ക് ഇവര് പറയുന്നുണ്ടല്ലോ, ഈ 6000 പേര് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. ഇത് ഫ്രീക്വന്റ്ലി ചെയ്യുന്നവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള റിപ്പോർട്ടാണ്. അവർ എത്രയോ മാസങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി എല്ലാം തപ്പിയെടുത്തുകൊണ്ട് വരുന്ന റിപ്പോർട്ടാണ്. ഇതല്ലാതെ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവര് തന്നെ പറയുന്നുണ്ട്, ഈ പഠനം നടത്തിയ അല്ലെങ്കിൽ ഈ സർവേ നടത്തിയവർ തന്നെ പറയുന്നുണ്ട് ഇത് മായ്ച്ചു കളയാനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഹാക്കിംഗ് വെബ്സൈറ്റുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഇത് മായ്ച്ചു കളഞ്ഞത് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അനുഭവം പറഞ്ഞ പോലെ ഈ ടീച്ചേഴ്സ്, അതിന് മുൻപേ ഞാൻ പറയട്ടെ, അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് പോലും മക്കളൊന്നും സേഫ് അല്ല. ഒരു അച്ഛനോ അമ്മയോ വീട്ടിലെ മാമൻ ഏട്ടൻ തുടങ്ങിയ ഒരു ബന്ധുക്കാരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധ്യാപകരുടെ കാര്യം, ഈ അധ്യാപകർ അനുഭവം പറഞ്ഞ പോലെ തന്നെ അധ്യാപകർ എന്ന് പറയുന്നത് വിദ്യ പകർന്നു കൊടുക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ എത്രയോ ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മതപഠനശാലകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ. എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു പൂർണ്ണമായി അവരെ സെക്സ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ ടച്ച് കൊണ്ട് ഡിസ്കംഫർട്ട് ആക്കുന്ന, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് സുഖം അനുഭവിക്കുന്ന, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ആണ്. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇത് വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ശരിയാണോ, ഇയാൾ ഇവിടെ തൊടുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലേന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഞാൻ സംസാരിക്കുന്നത് ഈ നല്ല ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടല്ല, നമ്മൾ ഈ സ്കൂളുകളിലേക്കൊക്കെ വിടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട്. അവർക്ക് എന്താണ് ഒരു ഗുഡ് ടച്ച്, എന്താണ് ഒരു ബാഡ് ടച്ച് എന്നുള്ളതിനെ വേർതിരിച്ചറിയാൻ അറിയില്ല. അപ്പോൾ ഇവരെ ഈ സാറ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇവരെ ഇങ്ങനെ ഹഗ് ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയാ, വൺസ് അവർക്ക് ഡിസ്കംഫർട്ട് ആയാലും അവരത് നോർമൽ ആണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, വീട്ടിൽ ഇത് പറയുകയോ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പറയുകയോ ചെയ്യില്ല. സോ വൺസ് ഇവരിത് നോർമൽ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരത് എന്റർടൈൻ ചെയ്തു തുടങ്ങും. അപ്പൊ ഇയാൾ തടയുന്നില്ല, അപ്പൊ ഇയാൾക്ക് അതൊരു പ്രോത്സാഹനമാണ്. സോ അത് പിന്നെ അടുത്ത എക്സ്റ്റെൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഈ സ്കൂളുകളിൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കും കുട്ടികളെ. LKG UKG ക്ലാസ്സുകൾ മുതൽ തന്നെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ തൊട്ടാൽ ഓക്കെയാണ്, ഇങ്ങനെ തൊട്ടില്ലെങ്കിൽ ഓക്കെയാണ്, മോളുടെ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ മോളുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യരുത്, മോൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഒരാളെ കിസ് ചെയ്യാൻ സമ്മതിക്കരുത്. ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ചെയ്യാത്തത് കൊണ്ടുമാണ് ഇത് എല്ലാവർക്കും ഒരു വളമാവുന്നത് എന്നുള്ളതാണ്.
എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇതിന് വൈകൃതമാണെന്ന് പറഞ്ഞ് ചെറുതാക്കി കാണുന്നവർ ഒരു പക്ഷത്ത്, ഇതിനെ ഇപ്പോ നമ്മൾ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവർ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ട് തന്നെ എന്തായാലും ഇതിനൊരു അവസാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിന് കൃത്യമായ നിയമ സംവിധാനങ്ങൾ, ഇപ്പൊ ഇത് ട്രാക്ക് ചെയ്തതുപോലെ കൃത്യമായ നിയമ സംവിധാനങ്ങൾ വരട്ടെ. നമുക്കിപ്പോൾ അറിയാം, സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഈ ചൈൽഡ് ഫോൺ കാണുന്നതും സൂക്ഷിക്കുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും എല്ലാം പോക്സോ കേസ് പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ അത് അറിയാത്തവർ അത് അറിഞ്ഞിരിക്കുക. ഇതിന് പിന്നാലെയുള്ള നിയമക്കുരുക്കെങ്കിലും പേടിച്ചുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ